ഹലോ ഗായ്സ്, ജസൽ മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മളിതാ വീണ്ടും വന്നേക്കാണ്. നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ സോംബിയാണ് ഇപ്പോൾ മൊത്തം. നമ്മൾ മാത്രമുള്ളൂ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. കാരണം ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു സോംബി രക്ഷപ്പെട്ടു. അപ്പോൾ ആ സോംബി എല്ലാവരെയും കടിച്ച് കീറി കൊന്നു. എന്നിട്ട് അവരെയും സോംബി ആക്കി. നമുക്ക് ഈ സോംബികളൊക്കെ കൊല്ലുന്നതാണ് നമ്മുടെ പണി. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നിനെ കൊല്ലണം. നമുക്കിതാ വേഗം നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. വീഡിയോ കാണാറില്ലാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മുടെ നാട്ടിൽ മൊത്തം സോംബീസ് ആയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരൊക്കെ സോംബീസ് ആയിരിക്കുകയാണ്. നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. മറ്റേത് അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി കടിച്ച് കീറിക്കൊണ്ട് നമ്മളെയും ജോലിയാക്കും. ഇവിടെ പോലീസുമാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ സോമൻ ചേട്ടൻ മാത്രമുള്ളൂ ഇവിടെ. സോമൻ ചേട്ടൻ വിളിക്കൽ വെടിവെച്ചിടുന്നുണ്ട്. നമുക്ക് ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് വാങ്ങണം കേട്ടോ ഗൈസ്. ട്രെയിന് ഓടിക്കാനുള്ള ഒരു ലൈസൻസ് ഉണ്ട്, അത് നമുക്ക് വേണം. അതിനായിട്ട് നമ്മൾ സോമൻ ചേട്ടനോട് ചോദിച്ചാൽ, സോമൻ ചേട്ടോ, എനിക്ക് ട്രെയിനിൻ്റെ പാസ്പോർട്ടാണ്. എന്നാൽ പിടിച്ചോ. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ പാസ്പോർട്ട് നമ്മുടെ സോമൻ ചേട്ടൻ തന്നിട്ടുണ്ട്. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ മൊത്തം ഈ സോംബീസ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ഇടിച്ചാൽ ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്നാണ്ട് തെറിച്ച് പോകും. നമ്മുടെ വണ്ടിയുടെ ഡോറൊക്കെ തുറക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ പിടിച്ച് കൊണ്ടുപോകും. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് എത്തണം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് സുഖമാണ്. നമ്മൾ ഒരു ഡോറ് പോയിട്ടോ ഗൈസ്. നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോർ തന്നെ ആദ്യം പോയിട്ടുണ്ട്. നമുക്ക് വേഗം നമ്മുടെ സ്ഥലത്തേക്ക് എത്തണം. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ട്രെയിൻ വല്ലതും ഉണ്ടോ നോക്കണം ഗൈസ്. ഇവിടെ ട്രെയിൻ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇവിടെ രക്ഷപ്പെടണം. അല്ലെങ്കിൽ നമുക്ക് വിമാനത്തിൽ കയറി പോകാം. ഇവിടെ ട്രെയിനൊന്നും കാണി കഴിഞ്ഞാൽ റെയിൽവേ പാളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. അവിടെ ഒരു ട്രെയിനാണെന്ന് തോന്നുന്നുണ്ട്. ഒരു വണ്ടിയാണ് നിൽക്കുന്നത്, തീവണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ട്രെയിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ട്രെയിന് തനിയെ ഓടുകയാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറി രക്ഷപ്പെടാം. അപ്പോൾ നമുക്ക് നമ്മളെ ഡിഫൻഡറുമായി നമ്മളെ ട്രെയിനിൻ്റെ പിന്നാലെ പോകണം. അതിൻ്റെ മുമ്പ് നമ്മളെ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ സോംബി ആയിട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സോംബിനെയൊക്കെ കൊല്ലണം. നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്തുണ്ട്, ഒരു സ്ഥലം. അവിടെ പോയിട്ട് നമുക്ക് ഈ സോംബീസിനൊക്കെ കൊല്ലാനുള്ള മരുന്നെടുത്തിട്ട് ഇവിടെ മൊത്തം വെടി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പഴയതുപോലെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വേഗം നമുക്ക് ട്രെയിനിൽ പോകണം. ട്രെയിനിൽ കയറി വേഗം പോകണം ഗൈസ്. ഇവിടെ ഒരാൾ പോലും ഇല്ല. അപ്പോൾ നമുക്ക് വേഗം ട്രെയിനിൽ കയറാം. എൻ്റെ ലൈഫ് കുറച്ച് പോയിട്ടുണ്ട്, ഹെൽത്ത് കുറച്ച് ആ സോംബി ഒന്ന് കടിച്ച് പോയിട്ടുണ്ട്. നമുക്ക് സോംബിനെ മാറ്റിയെടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. റൂട്ട് ടു 1K ആണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ദൂരെയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ വേഗം നമുക്ക് ആളിലേക്ക് പോകണം. ആൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല, എന്നാലും അയാൾ വീട്ടിൽ പോയിട്ട് ആ മരുന്നെടുത്തിട്ട് നമുക്ക് ഇവിടെ എല്ലാവരുടെയും വെടിയാക്കണം. മാത്രമല്ല ഇവിടെ ഭയങ്കര മഴയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അയാളെ നമ്മളെ വീടിൻ്റെ അടുത്താണ്, എന്നാലും നമ്മുടെ വണ്ടിയിൽ ആ സോംബികൾ നമ്മൾ ഇറക്കിയിട്ട് നമ്മളെ തിന്നും. ബുദ്ധിയുള്ള സോംബികളാണ്. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ പോകുമ്പോൾ ഒരു മുന്നിൽ വന്നാൽ ഓരോ ഇടിച്ച് പപ്പടമാക്കി കളയാം. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ എടുത്തത്. വിമാനത്തിലാകുമ്പോൾ വിമാനം പൊട്ടിത്തെറിക്കും. ഇത് ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനാണ്. നമുക്ക് ഈ മാളത്തിൽ കയറാം. മാളം
മാളത്തിൽ നമുക്ക് കയറി ഇവിടെ കുറച്ചു നേരം നിൽക്കണം. നിൽക്കൊന്നും വേണ്ട കേട്ടോ ഗൈസ്, നമുക്കിതാ വേഗം അങ്ങനെ പോയാൽ മതി. നമുക്ക് മാളത്തിൻ്റെ ഉള്ളിൽ കൂടി പോകണം. അപ്പോൾ മാളൊക്കെ നല്ല രസമുള്ള മാളാണ്, ഒരു ഗുഹ പോലെയാണ് നമ്മുടെ മാളം. അപ്പോൾ നമുക്ക് ആ സയൻറ്റിസ്റ്റിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യം പറയാം. 2000 years later. നമ്മുടെ സ്കൂട്ടിൻ്റെ ചീക്കോട് എടുത്തിട്ട് നമുക്ക് സ്കൂട്ടി എടുത്ത് പോകാം. ഇറങ്ങാം. അപ്പം നമുക്ക് വേഗം നമ്മുടെ സ്കൂട്ടറിൻ്റെ ചീറ്റ് കോഡ് അടിക്കണം. മാത്രമല്ല ഒരു നമ്പർ അടിക്കണം. എൻ്റെ ഹെൽത്ത് സൂക്ഷിക്കാൻ മറ്റേ നമ്മുടെ സയൻറ്റിസ്റ്റ് പറഞ്ഞ നമ്പറാണ് 9129. അപ്പോൾ നമുക്കിത് അടിച്ചിട്ട് നമ്മളെ ഇവിടെ ഇൻഫിനിറ്റി ഹെൽത്ത് എന്ന് കാണും. അപ്പോൾ നമുക്ക് സയൻറ്റിസ്റ്റിൻ്റെ നമ്മൾ സയൻറ്റിസ്റ്റിൻ്റെ വീട്ടിലുള്ള വഴി കൂടി പോവുകയാണ്. അവൾ ഈ റെയിൽപാളം പിടിച്ച് പോയാൽ നമുക്ക് വേഗം എത്തും. ട്രെയിന് ഭയങ്കര സ്ലോ ആണ് കേട്ടോ ഗൈസ്. ട്രെയിനിനെക്കാട്ടി സ്പീഡിലാണ് ഈ ഒരു സ്കൂട്ടി പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിതാ വേഗം പോകണം. നമ്മുടെ കടലെത്തിയിട്ടുണ്ട്, ബീച്ച് എത്തിയിട്ടുണ്ട്. ബീച്ച് സൈഡിലാണല്ലേ നമ്മളെ വീട്. കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് അടിക്കുക. നമ്മളിതാ നമ്മുടെ ബീച്ച് സൈഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ട്രെയിൻ പാളം അല്ലാതെ വേറെ വഴിക്കൂടി പോവാം. മഴയൊക്കെ നിന്നിട്ടോ ഗൈസ്, നല്ല മഴ ഉണ്ടായിരുന്നു, ഊക്കിലുള്ള മഴയിന്ന് അതൊക്കെ നിന്ന്. നമ്മളെ പുതിയ വീട്ടിലാണ് കേട്ടോ ആ സയൻറ്റിസ്റ്റ് മരുന്ന് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ആ മരുന്നുള്ള ആ പുതിയ വീട്ടിൽ നമുക്ക് പോകണം. നമ്മൾ സോംബീസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ വേഗം നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോകണം. നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട്, ഇനി പേടിക്കാനില്ല നമുക്ക്. നമ്മൾ ടോപ്പ് സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വില്ലേജ് എത്തിയിട്ടുണ്ട്. നമ്മൾ നല്ല സ്പീഡിലാണ് കേട്ടോ വണ്ടി ഓടിക്കണത്. നമ്മളഞ്ഞ് സോംബീസിനൊന്നും പിടിക്കാനും കൂടി പറ്റില്ല. നമ്മളെ ഡിഫൻഡർ അവിടെ കിടക്കുന്നുണ്ട്. നമ്മളെ പഴയ വീട്ടിലാണ് നമ്മളെ പുതിയ വീട്ടിലാണ് കേട്ടോ നമ്മുടെ പഴയ വീട്ടിലാണ് നമ്മളെ ഈ ഒരു മരുന്നുള്ളത്. അപ്പം നമുക്ക് ആ മരുന്ന് എടുത്തിട്ട് നമ്മളെ തോക്കിലാണ്ട് അടിച്ചിട്ട് നമുക്ക് എല്ലായിടത്തും വെടി വെക്കാം. അപ്പോൾ ഇത് നിൽക്കുമെന്നാണ് എനിക്കൊരു തോന്നുന്നത്. അപ്പോൾ നമുക്ക് വേഗം നമ്മളിവിടെ വണ്ടി നിർത്താം. നമുക്ക് വേഗം പോകണം. നമുക്ക് വേഗം പോയിട്ട് നമ്മൾ ആ മരുന്ന് എടുത്തിട്ട് നമ്മുടെ മിനി ഗണ്ണിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ പാത്രത്തിൽ മരുന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് നമ്മളെ ഈ ഒരു എസൻസ് നമ്മളെ തോക്കിലേക്ക് ഈ ഭാഗത്തേക്ക് ആക്കണം. 1 hour later. അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മുടെ മരുന്നൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ വെടി വെക്കാം. അവിടെ 3 സുഹൃത്തുക്കളായി നിൽക്കുന്നുണ്ട്. കുറച്ച് അവന്മാരൊക്കെ വെക്കാം. നമ്മൾ ആകാശത്തൊക്കെ വെക്കാനാണ് നമ്മളെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. കുറച്ചേരം ഇങ്ങനെ വെക്കാനാണ് കേട്ടോ സയൻറ്റിസ്റ്റ് ഞങ്ങളോട് പറഞ്ഞത്. സയൻറ്റിസ്റ്റൊക്കെ മരിച്ചു. നമ്മളിതാ സോംബീസിനൊക്കെ പകുതി ഒരു 10 സോംബീസിനെ നമ്മൾ കൊല്ലണം. എന്നാലേ നമുക്ക് ഈ നാടിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇവന്മാരൊക്കെ കൊല്ലുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ചാവുന്നാണ് പറയുന്നത് കേട്ടോ സയൻറ്റിസ്റ്റ്. അപ്പം നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. കൈക്കൊരു പിസ്റ്റൽ ഇരിക്കണം, നല്ലതാണ്. നമ്മളെ സോംബീസൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് ഇത് യൂസ് ആവാം.
നമുക്ക് ഈ കോണി വഴി ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മളെ പുതിയ അല്ലാത്ത നമ്മളിപ്പോൾ ഉള്ള വീട്ടിലേക്ക് നമുക്ക് പോകാം. ഈ വീടല്ലാത്ത നമ്മളെ മറ്റേ വീട് കേട്ടോ. ഇവിടെ കുറേ സോംബീസ് ഇവിടെ അപ്പോഴേക്കും വന്നിട്ടുണ്ട്. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ട് സോംബീസ്. അപ്പോഴത്തേനും നമുക്ക് വേഗം നമ്മളെ വീട്ടിലേക്ക് പോകണം. നമ്മളെ റോഡ് മൊത്തം സോംബീസാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഈ റോഡിലുള്ള സോംബീസൊക്കെ ചാവുന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ അടിച്ചാൽ വെടിയിൽ ഭയങ്കര വലിയ സ്പ്രേ ഉണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള കാർമേഘമൊക്കെ പോയിട്ട് നല്ല കാർമേഘം ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് ഒന്ന് കിടന്നുറങ്ങാം. നമ്മൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഈ സോംബീസിനൊക്കെ വെടി വെച്ചിട്ട് ആ മിനി ഗണ്ണിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചു നേരം പോയി ഒന്ന് കിടന്നുറങ്ങാം. അപ്പോൾ നമ്മളിതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം ഓടി നമ്മളെ സോംബീസൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് നമ്മളെ ബെഡ്റൂമിലാണ്ട് കിടന്നുറങ്ങാം. നമ്മൾ ബെഡിലെത്തിയിട്ടുണ്ട്. The next day. ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ നാടൊക്കെ നല്ല ക്ലീൻ ആയിക്കണം. നമ്മളെ സോംബീസൊക്കെ പൊയ്ക്കണം നോക്കാം. ഇതാ നമ്മുടെ ഡിഫൻഡർ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. എന്താണെന്ന് എൻ്റെ സ്കൂട്ടി ഇവിടെ കിടക്കുന്നത് കാണാനില്ല. അത് കുഴപ്പമില്ല. നമുക്കിതാ നമ്മുടെ സ്കൂട്ടി എടുത്ത് വീണ്ടും നമ്മുടെ മാജിക് ഫോണിൽ അടിച്ചിട്ട് നമുക്ക് വേഗം നമ്മുടെ നാട്ടിലോട്ടൊന്ന് പോയേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ? നമ്മുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.